അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദാറുൽ ഫുസ്ഹയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഫുസ്ഹയായിട്ടുള്ള അറബി ഓരോ ദിവസവും പടിപടിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നമുക്ക് അല്പം അറബി കേൾക്കാം. ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും നാം കൂടുതൽ ആ ഭാഷ കേൾക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ്. برنامج لطيف مرتب. مرحبا رامي، كيف حالك؟ أهلا عماد، الحمد لله بخير. كيف الحياة الجديدة في عمان؟ وكيف تقضي يومك؟ الأمور جيدة. أستيقظ مبكرا جدا عادة، وأمشي في الحديقة نصف ساعة، ثم أرجع إلى البيت أستحم وأفطر، ثم أخرج إلى المكتب. بعد العمل أذهب إلى السوق أو أقابل الأصدقاء، وأعود إلى البيت قبل الليل، أقرأ قليلا وأشاهد الأخبار، وأنام مبكرا أيضا. ബർനാമജുൻ ലത്തീഫുൻ മുറത്തബുൻ. സുഹൃത്തുക്കളെ, ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ ടൈറ്റിൽ ഒൺവാൻ എന്നുള്ളത് ബർനാമജുൻ ലത്തീഫുൻ മുറത്തബുൻ. എന്താണ് ബർനാമജ് എന്ന് പറഞ്ഞാൽ? ബർനാമജ് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം റുട്ടീൻ അർത്ഥം, നമ്മുടെ ദിനചര്യകളുണ്ടല്ലോ, വളരെ നൈസായിട്ടുള്ള ദിനചര്യ. അപ്പോൾ മുറത്തബുൻ ചിട്ടയോട് കൂടിയുമുള്ള. ഇവിടെ റാമി അതുപോലെ തന്നെ ഇമാദ്, ഈ രണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള സംഭാഷണമാണ് നാം കേട്ടത്. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. മർഹബൻ റാമി, കൈഫ ഹാലുക്? ഹലോ റാമി, ഹൗ ആർ യു? അഹ്ലൻ ഇമാദ്, അൽഹംദുലില്ലാ ബിഖൈർ. ഹായ് ഇമാദ്, അൽഹംദുലില്ലാ ബിഖൈർ. അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ബിഖൈർ വൽഹംദുലില്ലാ എന്നും ഉപയോഗമുണ്ട്. കൈഫൽ ഹയാത്തുൽ ജദീദത്തു ഫി അമ്മാൻ. ഒമാനിലുള്ള നിൻ്റെ പുതിയ ജീവിതം എങ്ങനെയുണ്ട്? വ കൈഫ തഖ്ലി യൗമക്. അവിടെ നീ എങ്ങനെ കഴിയുന്നു, എങ്ങനെ ചിലവഴിക്കുന്നു? അൽ ഉമൂർ ജയ്യിദത്തുൻ. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അസ്തൈഖുൽ മുബക്കിറൻ ജിദ്ദൻ ആദത്തൻ. സാധാരണയായിട്ട് ഞാൻ വളരെ നേരത്തെ എന്താകുന്നു, എഴുന്നേൽക്കുന്നു. വ അംഷി ഫിൽ ഹദീഖത്തി നിസ്ഫ സാ. അതുപോലെ തന്നെ പാർക്കിൽ അരമണിക്കൂറോളം ഞാൻ നടക്കുന്നു. സുമ്മ അർജു ഇലൽ ബൈത്ത്. പിന്നീട് വീട്ടിലേക്ക് മടങ്ങുന്നു. അസ്തഹിമു, ഞാൻ കുളിക്കുന്നു. വ ഉഫ്തിർ, അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം നാസ്ത കഴിക്കുന്നു. സുമ്മ അഹ്റുജു ഇലൽ മക്തബ്. പിന്നീട് ഓഫീസിലേക്ക് ഞാൻ മടങ്ങുന്നു. ബഅദൽ അമൽ അദ്ഹബു ഇല സൂഖ്. ജോലിക്ക് ശേഷം ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു. ഔ ഉഖാബിലുൽ അസ്ദിഖ, അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാരെ കാണുന്നു. വ അഊദു ഇലൽ ബൈത്തി ഖബ്ല ലൈൽ. രാത്രിക്ക് മുമ്പായി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നു. അഖ്റഉ ഖലീലൻ വ ഉഷാഹിദുൽ അഖ്ബാർ. അല്പം വായിക്കുന്നു. വ ഉഷാഹിദുൽ അഖ്ബാർ, വാർത്തകൾ കാണുന്നു. വ അനാമു മുബക്കിറൻ ഐലൻ, നേരത്തെ ഉറങ്ങുകയും ചെയ്യുന്നു. ബർനാമജുൻ ലത്തീഫുൻ മുറത്തബുൻ, വളരെ നൈസായിട്ടുള്ള ദിനചര്യയാണല്ലോ. അപ്പോൾ മുറത്തബുൻ ചിട്ടയാർന്നതുമായിട്ടുള്ള ദിനചര്യയാണല്ലോ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹിവാറിൽ നമുക്ക് ലഭിച്ച ഫായിദകളൊന്ന് അനലൈസ് ചെയ്യാം. ലിൽ കിതാബത്തി അനിൽ ബർനാമജിൽ യോമി നസ്തഖദിം അസമനൽ മുലാരി ലിൽ അഫ്ആൽ. ഫീലുകളിൽ നിന്നുള്ള മുലാരിയായ ഫീലുകളാകുന്നു നമ്മുടെ ദിനചര്യകളെ പറയാൻ വേണ്ടി, എഴുതാൻ വേണ്ടി നാം ഉപയോഗിക്കാറുള്ളത്. മുലാരിയായ ഫീൽ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലത്തുള്ള കാര്യങ്ങൾ. അസ്തൈഖുലു, അഖ്റുജു, അദ്ഹബു പോലെ മുലാരിയായ ഫീൽ പ്രസൻറ്റ് ടെൻസ് ആണ് നാം ഉപയോഗിക്കുക. ഉണരുന്നു, പുറപ്പെടുന്നു, അദ്ഹബു പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. ലിൽ കിതാബത്തി അൻ തക്റാറിൽ അൻഷിദത്തിൽ യൗമിയ നസ്തഖദിം കലിമാത്ത് വ ഇബാറാത്ത് മിസ്ല കുല്ലി യൗം യൗമിയൻ ഫിൽ ആദ ആദത്തൻ ഗാലിബൻ അഹ്യാനൻ ഫി അഗ്ലബിൽ അഹ്യാൻ നാദിറൻ. നാം ഡെയിലി ചെയ്യുന്ന നമ്മുടെ ആക്ടിവിറ്റികളുണ്ടല്ലോ, നമ്മൾ റിപ്പീറ്റായി ചെയ്യുന്ന ആക്ടിവിറ്റികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തക്രാറിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി, റിപ്പീറ്റായി ചെയ്യുന്നു എന്നതിന് മേൽ അറിയിക്കാൻ വേണ്ടി നസ്തഖദിം നാം ഉപയോഗിക്കുന്നു കലിമാത്ത് വ ഇബാറാത്ത്. നമ്മൾ ചില കലിമത്തുകൾ ഉപയോഗിക്കുന്നത് പോലെ കുല്ലയവും, എല്ലാ ദിവസവും എന്നറിയിക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കാം. യൗമിയൻ, ഡെയിലി എന്നറിയിക്കാൻ വേണ്ടി കുല്ലയവും എന്നും ഉപയോഗിക്കാം, യൗമിയൻ എന്നും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫിൽ ആദത്തി, ആദത്തൻ, രണ്ടും ഉപയോഗമുണ്ട്. ഓക്കെ, സാധാരണയായിട്ടുള്ള മനക്ക്. ഗാലിബൻ, ഗാലിബ് എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും. അഹ്യാൻ എന്ന് പറഞ്ഞാൽ ഓഫൻ, ഓക്കെ, പലപ്പോഴുമായിട്ട്. അഗ്ലബിൽ അഹ്യാൻ എന്ന് പറഞ്ഞാൽ അഹ്യാൻ എന്നുള്ള മീനിങ്ങിൽ തന്നെ ഓഫൻ എന്നുള്ള മനക്ക്, പലപ്പോഴുമായിട്ടുള്ള മനക്ക്. നാദിർ എന്ന് പറഞ്ഞാൽ വിരളമായിട്ട്. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു ഫായിദയാണ് ലി ദിക്രിൽ വഖ്തി യുംകിനു അൻ നഖൂൽ ഫി സ്വബാഹി ഔ സ്വബാഹൻ ഫിൽ മസാഇ ഔ മസാഅൻ ഫിൽ ളുഹരി ഔ ളുഹ്റൻ ഫിൽ ലൈലി ഔ ലൈലൻ. നാം സമയങ്ങളെ പറയുന്ന സമയത്ത് നമുക്ക് ഫി സ്വബാഹി എന്നും പറയാം, സ്വബാഹൻ എന്നും പറയാം. അതുപോലെ തന്നെ ഫിൽ മസാഇ എന്നും പറയാം, ഔ മസാഅൻ എന്നും പറയാം, ഫിൽ ളുഹരി എന്നും പറയാം, ളുഹ്റൻ എന്നും പറയാം, ഫിൽ ലൈലി ലൈലൻ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഉമാരിസു റിയാലത്ത് ഫി സ്വബാഹ്, ഞാൻ എന്താകുന്നു, പ്രഭാതത്തിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നു. ഉമാരിസു റിയാലത്ത് സ്വബാഹൻ, അങ്ങനെയും പറയാം. ഫി സ്വബാഹി എന്നും പറയാം, സ്വബാഹൻ എന്ന് പറയാം. അതുപോലെ തന്നെ നാം ഡെയിലി മിനൽ അദവാത്തിൽ മുസ്തഖദമത്തിൽ തഅബീർ അനി തസാമുനി വ തർത്തീബ്, നാം ഒരു കാര്യം ചെയ്തു പിന്നീട് അതിന് തൊട്ടുടനെയായിട്ട് അടുത്ത കാര്യം ചെയ്യുക, അങ്ങനെ വഴിക്കുവഴിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്താകാൻ പറ്റും, ഉപയോഗിക്കാവുന്ന അദവാത്തുകൾപ്പെട്ടതാകുന്നു വാവ്, സുമ്മ, ഖബില, ബഅദ, ഫിൽ ബിദായത്തി, അവ്വലൻ, അഖീറൻ, ഇതുപോലെയുള്ള കലിമാത്തുകൾ. ഓക്കെ,
ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാ ദിവസവും അല്പം പഠിച്ചിട്ട് നമുക്ക് ചെറിയ സ്റ്റെപ്പുകൾ കയറിയിട്ട് ഉന്നതങ്ങളിലേക്ക് നമുക്ക് എത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.